സ്വർണം, ഗോൾഡ് പൗരാണിക കാലം മുതൽ തന്നെ മനസ്സിലാക്കുകയും ഉപയോഗിക്കുകയും ചെയ്തു വന്ന വിലയേറിയ ഒരു ലോഹമാണ് സ്വർണം. മ്യൂസിയങ്ങളിലും മറ്റും സൂക്ഷിച്ചിരിക്കുന്ന സ്വർണം തിളക്കം മാറാത്ത പഴയ ആഭരണങ്ങൾ ഇതിന് തെളിവുകളാണ്. പഴയ നിയമത്തിൽ ഹവീല ഉൽപ്പത്തി 2:11, ഷേബ 1 രാജാക്കന്മാർ 10:22, ഓഫീർ 1 രാജാക്കന്മാർ 9:28 എന്നിവിടങ്ങളിൽ നിന്നും സ്വർണം കിട്ടിയിരുന്നതായി പറയപ്പെടുന്നുണ്ട്. സ്വർണത്തെക്കുറിച്ചുള്ള പൗരാണികമായ തെളിവ് ഈജിപ്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. കുറഞ്ഞത് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ സ്വർണം ശുദ്ധീകരിച്ചെടുത്തിരുന്നതായി പാറയിലെ കൊത്തുപണികൾ വെളിപ്പെടുത്തുന്നുണ്ട്. സ്വർണ്ണ മണൽ കഴുകി ചെറിയ ചൂളയിൽ വെച്ച് ഉരുക്കിയെടുക്കുന്ന ചിത്രം ഈ പാറയിൽ നമുക്ക് കാണാൻ കഴിയും. സ്പെയിനിൽ സ്വർണം, വെള്ളി, ചെമ്പ്, ഇരുമ്പ് തുടങ്ങിയ ലോഹങ്ങൾ സമൃദ്ധിയായിരുന്നെന്ന് സ്ട്രാബോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണത്തിൻ്റെ മേന്മയ്ക്ക് പല കാരണങ്ങളുമുണ്ട്. പ്രധാനമായും സ്വർണം മനോഹരവും ഈടുറ്റതുമാണ്. തുരുമ്പും ദ്രവത്വവും അതിനെ ബാധിക്കുകയില്ല. എല്ലായ്പ്പോഴും അത് സൗന്ദര്യം നിലനിർത്തുന്നുണ്ട്. അക്വാറജിയ എന്നറിയപ്പെടുന്ന രാജദ്രാവകത്തിൽ മാത്രമേ അത് ലയിക്കുന്നുള്ളൂ. അഗ്നിയിൽ ദോഷം തട്ടാത്ത ഏക ലോഹമാണ് സ്വർണമെന്ന് പ്ലീനി പറഞ്ഞിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വർണത്തിൻ്റെ തിളക്കം കൂടുകയേയുള്ളൂ. സ്വർണത്തിൻ്റെ മേന്മയ്ക്കുള്ള മറ്റൊരു കാരണം അത് ഏത് വിധത്തിലും രൂപപ്പെടുത്താം എന്നുള്ളതാണ്. ഒരു ദോഷവും കൂടാതെ സ്വർണത്തെ ഉരുക്കാം. ചെറിയ ചെറിയ ദലങ്ങളായി അതിനെ അടിച്ച് പരത്തിയെടുക്കാം. വലിയ വസ്തുക്കളുടെ മുകളിൽ സ്വർണം പൊതിഞ്ഞ് അവയ്ക്ക് സൗന്ദര്യവും ആവരണവും നൽകാം. സ്വർണത്തിൻ്റെ ദൗർലഭ്യം അതിൻ്റെ മാറ്റ് കൂട്ടുന്നു. ബൈബിളിലെ 1-ാമത്തെ പുസ്തകത്തിലും ഒടുവിലത്തെ പുസ്തകത്തിലും സ്വർണത്തെ പരാമർശിക്കുന്നുണ്ട്. ഉൽപ്പത്തി 2:11-12, വെളിപ്പാടിൻ്റെ 21:15, 21-28. പുതിയ യെരുശലേമിൻ്റെ അടിസ്ഥാനങ്ങളും മതിലുകളും എല്ലാം വിലയേറിയ മുത്തുകളാണ്. പട്ടണത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന ദണ്ഡ് സ്വർണ്ണദണ്ഡാണ്. സ്വർണത്തെക്കുറിച്ചുള്ള അനേകം പരാമർശങ്ങൾ ബൈബിളിലുണ്ട്. സാക്ഷ്യപ്പെട്ടകം, കൃപാസനം, വിളക്ക് തണ്ട്, കിരൂബുകൾ, മേശ, വിളക്കുകൾ, പാത്രങ്ങൾ, കരണ്ടികൾ, കിണ്ണങ്ങൾ, യാഗപീഠം എന്നിവ സ്വർണ്ണ നിർമ്മിതമോ സ്വർണം പൊതിഞ്ഞതോ ആണ്. പുറപ്പാട് പുസ്തകം 37-ാം അധ്യായത്തിൽ 20 പ്രാവശ്യം സ്വർണത്തെ പരാമർശിച്ചിട്ടുണ്ട്. യഹൂദ ഗോത്രത്തിലെ ബസലേലാണ് സ്വർണ്ണപ്പണിയിൽ വിദഗ്ധൻ. ജ്ഞാനത്തിൻ്റെ അമൂല്യതയെക്കുറിച്ച് പറയുമ്പോൾ യോബ് സ്വർണം 3 പേരുകളിൽ 5 പ്രാവശ്യം പറയുന്നുണ്ട്. സ്വർണത്തെ കുറിക്കുന്നതിന് അനേകം പേരുകൾ ഗ്രീക്കിലും എബ്രായയിലും കാണാൻ കഴിയുന്നു. 1. സാഹഫ്. അതിൻ്റെ അർത്ഥം മഞ്ഞ, സുവർണം എന്നൊക്കെയാണ്. പ്രകാശിക്ക എന്നർത്ഥമുള്ള ധാതുവിൽ നിന്ന് രൂപം കൊണ്ട ഒരു പദവുമാണ്. ഉൽപ്പത്തി 2-ാം അധ്യായം 11-12 വാക്യങ്ങൾ. യോബ് 37:22 പ്രഭാമയമായ ആകാശത്തെ കുറിക്കുന്നു. സെഖര്യാവ് 4:12 പൊൻനിറമായ എണ്ണ, തെളിവും മഞ്ഞ നിറവും ഉള്ള ഒരു ദ്രാവകത്തെ കുറിക്കുകയാണ്. 2-ാമത്തെ വാക്ക് പാസ് എന്നൊരു പദമാണ്. വേർതിരിക്കുക, ശുദ്ധീകരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. തങ്കം എന്നാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത്. സങ്കീർത്തനം 19:10, 21:3, 119:127, സദൃശവാക്യം 8:19, ഉത്തമഗീതം 5:11, യെശയ്യാ പ്രവചനം 13:12, വിലാപങ്ങൾ 4:2. ദൈവവചനം പൊന്നിലും അഥവാ സാഹവിലും തങ്കത്തിലും പാസിലും ആഗ്രഹിക്കത്തക്കവയാണ്. സങ്കീർത്തനം 19:10. അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും സാവഹിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു. സങ്കീർത്തനം 119:127. തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വെക്കുന്നു എന്ന് സങ്കീർത്തനം 21:3 വായിക്കുന്നു. 3-ാമത്തെ വാക്ക് ബെത്സർ എന്നാണ്. കുഴിച്ചെടുത്തത് എന്നാണ് അർത്ഥം. നിന്റെ പൊന്ന് അഥവാ ബെത്സർ പൊടിയിലും ഓഫീർ തങ്കം തോട്ടിലെ കല്ലിൻ ഇടയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും
നിനക്ക് വെള്ളിവാളവും ആയിരിക്കും. യോബ് 22:24-25. കനിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന സ്വർണ്ണ തരിക്കുപയോഗിക്കുന്ന എബ്രായ പേരാണ് ബെത്സർ. എബ്രായ മാസോറൈറ്റിക് പാഠത്തിൽ നിന്റെ പൊന്ന് പൊടിയിലും ഓഫീർ പ്രവാഹത്തിൻ്റെ കല്ലുകളുടെ ഇടയിലും ഇടുക എന്ന് വിവർത്തനം ചെയ്യാവുന്ന മാതിരിയാണ് കൊടുത്തിരിക്കുന്നത്. സെപ്റ്റുവജന്റിൻ്റെ അലക്സാൻഡ്രിയൻ പാഠത്തിൽ മാത്രമേ ഓഫീർ എന്ന പദവുമുള്ളൂ. മേലുദ്ധരിച്ച ഭാഗങ്ങളിലെല്ലാം ഓഫീർ തങ്കം എന്ന് പറയുന്നുണ്ടെങ്കിലും ഓഫീറിനോട് ചേർത്ത് തങ്കത്തെ കുറിക്കുന്ന പദം എബ്രായയിൽ ഇല്ല. സങ്കീർത്തനം 45:9 ഓഫീർ തങ്കത്തെ കുറിക്കുന്നതിന് കെഥേം എന്ന ഒരു വാക്കുമുണ്ട്. അത് യോബ് 22:24 ഇല്ലതാനും. നാലാമത്തെ വാക്കാണ് ഹാറൂട്സ് എന്ന പദം. മുറിക്കുക എന്നർത്ഥമുള്ള ഹാറാറ്റ്സ് എന്ന ധാതുവിൽ നിന്നും രൂപം കൊണ്ട ഒരു പദമാണിത്. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. യോബ് 23:10. വെള്ളിക്കു പുടം, പൊന്നിനു മൂശ, ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവനോ യഹോവ. സദൃശവാക്യം 17:3. സ്വർണത്തിൻ്റെ സാമാന്യ നാമം എന്ന നിലയിൽ അനേകം പ്രാവശ്യം ഹാറൂട്സ് എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. സങ്കീർത്തനം 68:13, സദൃശവാക്യം 3:14, 8:10, 16:16, സെഖറിയ പ്രവചനം 9:3. അഞ്ചാമത്തേത് കെഥേം എന്ന ഒരു പദമാണ്. ഓഫീർ തങ്കം എന്നതിന് ഓഫീറിനോട് ചേർത്ത് ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. യോബ് 28:16, 19, 31:24, സങ്കീർത്തനം 45:9, സദൃശവാക്യം 25:12, ഉത്തമഗീതം 5:11, യെശയ്യാ പ്രവചനം 13:12, വിലാപങ്ങൾ 4:1, ദാനിയേൽ 10:5. ആറാമതായിട്ട് സെഗോർ എന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടച്ചു സൂക്ഷിച്ച അല്ലെങ്കിൽ നിക്ഷേപം എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല. യോബ് 28:15 സെഗോർ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സെഗോർ എന്ന പദത്തെ തങ്കമെന്നാണ് പ്രായേണ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. 1 രാജാക്കന്മാർ 6:20, 21, 7:49, 50, 10:21, 2 ദിനവൃത്താന്തം 4:20, 22, 9:20. ഏഴാമത്തേത് ദഹാവ് എന്നൊരു പദമാണ്. പൊന്ന് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ കൽദായ പദത്തിന് സാഹവിൻ്റെ അർത്ഥം തന്നെയാണുള്ളത്. യെസ്രായേലിലും ദാനിയേലിലും മാത്രമേ ഈ പദം കാണുന്നുമുള്ളൂ. എട്ടാമത്തേത് ക്രൂസോസ് എന്നൊരു പദമാണ്. സ്വർണത്തെ കുറിക്കുന്ന ഗ്രീക്ക് പദം പുതിയ നിയമത്തിൽ അനേകം പ്രാവശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.